ഹലോ നമസ്കാരം. സൗത്ത് ആഫ്രിക്കൻ പോരാട്ട വീര്യത്തെ അതിജീവിച്ചുകൊണ്ട് T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണല്ലോ നമ്മുടെ ടീം ഇന്ത്യ. ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. ഒരു ഫൈനൽ മത്സരത്തിന്റെ എല്ലാ ആവേശവും നിറഞ്ഞിട്ടുള്ള രോമാഞ്ച മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു കിടിലൻ മത്സരം തന്നെയായിരുന്നു. അതെ, ആവേശോജ്വല പോരാട്ടത്തിൽ രോഹിത് ശർമ്മയും സംഘവും രണ്ടാം T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ തോൽവിയെ മുമ്പിൽ കണ്ട ശേഷമാണ്, അല്ലെങ്കിൽ തോൽവി ഉറപ്പിച്ച ശേഷമാണ് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ഇന്ത്യ ലോകം കീഴടക്കിയത്. എന്തായാലും രോഹിത് ശർമ്മയുടെ ഗംഭീര ക്യാപ്റ്റൻസിയെ കുറിച്ച് നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവസാന 5 ഓവറിൽ 6 വിക്കറ്റ് ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത് നമുക്കറിയാം 30 പന്തുകളിൽ നിന്ന് 30 റൺസ് മാത്രമായിരുന്നു. ടീം ഇന്ത്യ പരാജയം ഉറപ്പിച്ചു എന്ന് നമ്മളൊക്കെ കരുതിയ സമയമായിരുന്നു അത്. വിൻ പ്രഡിക്ടർ പോലും ഇന്ത്യക്ക് യാതൊരു സാധ്യതയും കൽപ്പിക്കാത്ത നിമിഷം. ഒരിക്കൽ കൂടി ടീം ഇന്ത്യ ഇതാ ICC ട്രോഫി പടിക്കൽ കൊണ്ട് കൈവിട്ട് കളഞ്ഞു എന്ന് ആരാധകരിൽ പലരും ചിന്തിച്ച നിമിഷം. ഇന്ത്യക്ക് കളിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് പലരും പറഞ്ഞ സമയം. നമുക്കറിയാം, കളിയിൽ അക്സർ പട്ടേലിന്റെ ഓവറിനെതിരെ സൗത്ത് ആഫ്രിക്ക വാരിക്കൂട്ടിയത് 24 റൺസാണ്. 2 വീതം 4ഉം 6ഉം പായിച്ചുകൊണ്ട് ഹെൻറിക് ക്ലാസനൊക്കെ തനത് ഫോം കാണിച്ച നിമിഷമായിരുന്നു അത്. തൊട്ടടുത്ത ഓവറിൽ തന്റെ സ്ട്രൈക്ക് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് രോഹിത് വിളിക്കുന്നത്. കളിയിലേക്ക് ടീം ഇന്ത്യയുടെ തിരിച്ചുവരവിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അതെ, അക്സർ പട്ടേലിന്റെ ഒരൊറ്റ ഓവറിൽ 24 റൺസ് പിറന്നിരിക്കുന്നു. എങ്ങനെ നോക്കിയാലും സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെയാണ് എല്ലാവിധ മുൻതൂക്കമുള്ളതും. അങ്ങനെ തൊട്ടടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ വരുന്നു. കളിയിലേക്ക് ടീം ഇന്ത്യ അവിടെ നിന്നാണ് തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിച്ചു തുടങ്ങുന്നത്. വിക്കറ്റില്ലെങ്കിൽ കൂടി 4 റൺസ് മാത്രമാണ് ബുംറ ഒരു ഓവറിൽ വിട്ടുകൊടുത്തത്. തൊട്ടടുത്ത ഓവറിൽ തന്റെ മറ്റൊരു മുൻനിര പേസറായിട്ടുള്ള അർഷ്ദീപ് സിംഗിനെ ഹിറ്റുമായി വിളിക്കുമെന്നായിരുന്നു പലരും കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹാർദിക് പാണ്ഡ്യയാണ് രോഹിത് ശർമ്മ പന്തേൽപ്പിക്കുന്നത്. നേരത്തെ ഒരു ഓവർ ബൗൾ ചെയ്ത ഹാർദിക് 10 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഹാർദിക്കിനെ എന്തിനാണ് രോഹിത് ശർമ്മ വിളിച്ചതെന്ന് ചിലരെങ്കിലും ചിന്തിച്ച് കാണണം. പക്ഷേ അവിടെയാണ് ഹാർദിക് പാണ്ഡ്യയെ നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തത്. മത്സരത്തിന്റെ 17ാമത്തെ ഓവറിൽ അത്രയും നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് ഹാർദിക് കളിയുടെ ഗതി തന്നെ അങ്ങ് മാറ്റുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. ഡേഞ്ചറസ് പ്ലെയർ ആയിട്ടുള്ള ഹെൻറിക് ക്ലാസനെ ആദ്യ ബോളിൽ തന്നെ ഹാർദിക് പുറത്താക്കുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് അദ്ദേഹം പരീക്ഷിച്ച ബോളിനെതിരെ ക്ലാസൻ ആഞ്ഞു വീശെങ്കിൽ കൂടി എഡ്ജായിട്ട് ഋഷഭ് പന്തിന്റെ കൈകളിലേക്ക് എത്തിക്കൊണ്ടാണ് ക്ലാസൻ മടങ്ങുന്നത്. ഈ ഒരു ഓവറിലും 4 റൺസ് മാത്രമാണ് പാണ്ഡ്യ വഴങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെയും ഹിറ്റ്മാന്റെയും ആ ഒരു തന്ത്രം അവിടെ വിജയം കാണുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെറും 2 റൺസ് മാത്രമേ ജസ്പ്രീത് ബുംറ അടുത്ത ഓവറിൽ വിട്ടുകൊടുക്കുന്നുള്ളൂ. 4ാമത്തെ ബോളിൽ മാർക്കോ യാൻസനെയും ക്ലീൻ ബോൾഡാക്കിക്കൊണ്ട് ടീം ഇന്ത്യക്ക് വലിയ വിജയ പ്രതീക്ഷകൾ നൽകുകയായിരുന്നു അവിടെ ജസ്പ്രീത് ബുംറ. ഇതോടുകൂടെ അടുത്ത 2 ഓവറിൽ വിജയിക്കാൻ വേണ്ടത് വെറും 20 റൺസ്. തീർച്ചയായിട്ടും ഡേവിഡ് മില്ലർ ക്രീസിലുള്ളത് കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അപ്പോഴും വിജയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കളിയുടെ 19ാം ഓവറിൽ 4 റൺസ് മാത്രമാണ് അർഷ്ദീപ് സിംഗ് വഴങ്ങുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ പിന്നീട് വേണ്ടത് 6 പന്തുകളിൽ നിന്ന് 16 റൺസ്. നമുക്കറിയാം, ബുംറ ഓൾറെഡി 4 ഓവർ ക്വാട്ട പൂർത്തിയാക്കി കഴിഞ്ഞു. കളിയുടെ 20ാം ഓവർ അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെയാണ് രോഹിത് ശർമ്മ പന്തേൽപ്പിക്കുന്നത്. കളിയുടെ അവസാന ഓവറിലെ ഹാർദിക്കിന്റെ ആദ്യ പന്തിൽ തന്നെ 6 ശ്രമിച്ച മില്ലറിനെ ബൗണ്ടറി ലൈനിന്റെ തൊട്ടരികിൽ വെച്ച് നമ്മുടെ സൂര്യകുമാർ യാദവ് ഒരു കിടിലൻ ക്യാച്ച് എടുക്കുന്നു. അതെ, ആ ഒരു ക്യാച്ച് ടീം ഇന്ത്യയുടെ വിജയം ഉറപ്പിക്കുകയായിരുന്നു. അടുത്ത പന്തിൽ കാഗിസോ റബാഡെ 4 അടിച്ചെങ്കിൽ കൂടി ഹാർദിക് പാണ്ഡ്യ വിട്ടുകൊടുക്കുന്നില്ല. അടുത്ത 4 പന്തുകളിൽ നിന്ന് ഹാർദിക് വഴങ്ങിയതാവട്ടെ വെറും 2 റൺസും. 5ാമത്തെ പന്തിൽ റബാഡയെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടെ ഒരു കിടിലൻ ത്രില്ലർ മത്സരത്തിനൊടുവിൽ ടീം ഇന്ത്യ വിജയിക്കുകയും ലോക ചാമ്പ്യന്മാരായിട്ട് മാറുന്ന മനോഹര കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്യുകയായിരുന്നു. എന്തൊക്കെയായാലും ഒരു വമ്പൻ ത്രില്ലർ മാച്ച് തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനത്തിനും നമ്മൾ കൈയടിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും തോൽവി മുമ്പിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തോൽവി ഉറപ്പിച്ച സമയത്താണ് രോഹിത്തിന്റെ കൃത്യമായിട്ടുള്ള ചില പ്ലാനുകളിലൂടെ ടീം ഇന്ത്യ കളി തിരിച്ചുപിടിക്കുന്നത്. അതെ, ടീം ഇന്ത്യ ഇതാ ലോക ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നു. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.